ക്യാൻസറിനെ ചെറുക്കാൻ റഷ്യ വാക്സിൻ വികസിപ്പിച്ചു എന്ന അവകാശവാദത്തെ തള്ളുകയാണ് ശാസ്ത്രലോകം. തെളിവില്ലാതെ നടത്തിയ വാചക കസർത്താണ് ഈ അവകാശവാദത്തെ ശാസ്ത്രജ്ഞർ നോക്കിക്കാണുന്നത്. ശാസ്ത്രമാസികകളിൽ ലേഖനം പ്രസിദ്ധപ്പെടുത്താതെയുള്ള അവകാശവാദത്തെ ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞു. കോടിക്കണക്കിന് ക്യാൻസർ രോഗമുള്ള നമ്മുടെ ലോകത്ത് ക്യാൻസറിന് വാക്സിൻ എന്നാണ് റഷ്യയുടെ അവകാശവാദം. ആര്, എപ്പോൾ, ആരിൽ, എങ്ങനെ, എത്ര പേരിൽ എന്നു തുടങ്ങി ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലെ വിജയശതമാനം തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും റഷ്യ ഇനിയും മറുപടി നൽകുന്നില്ല. കോവിഡ് സമയത്ത് പരമ്പരാഗതവാദികൾ ഉയർത്തിവിട്ട വെറും പ്രസ്താവനകൾക്ക് സമാനമായ രീതിയിലാണ് ക്യാൻസറിന് വാക്സിൻ കണ്ടുപിടിച്ചെന്ന റഷ്യയുടെ ഇപ്പോഴത്തെ അവകാശവാദം. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ വകുപ്പ് മേധാവിയെ ഉദ്ധരിച്ച് ടാസ് വാർത്ത പുറത്തുവിട്ട വാർത്തയുടെ ശാസ്ത്രീയത പരിശോധിക്കാതെയാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചതെന്നും ശാസ്ത്രലോകം പറയുന്നു. നിലവിലുള്ള വൈറസുകളാൽ ഉണ്ടാവുന്ന ക്യാൻസറുകളിൽ ചിലത് മാത്രമാണ് വാക്സിനിലുള്ളത്. ഇതിനൊരു ഉദാഹരണമാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കാരണമുണ്ടാകുന്ന ക്യാൻസർ. ക്യാൻസർ സംഭവിക്കുന്ന അവയവത്തിൽ പ്രോട്ടീനുകൾക്കാണ് മാറ്റം സംഭവിക്കുന്നത്. ഓരോ വ്യക്തികളിലും ഓരോ ക്യാൻസറുകൾക്കും വ്യത്യസ്ത പ്രോട്ടീനുകളെ വ്യത്യസ്ത രീതിയിലായിരിക്കും ബാധിക്കുക. ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നത് എല്ലാവർക്കും ഒരേ പ്രോട്ടീന്റെ മാറ്റത്താലല്ല, അല്ലെങ്കിൽ ഒരേ പ്രോട്ടീനിന്റെ വ്യത്യസ്ത മാറ്റങ്ങളാലായിരിക്കും. രണ്ടുപേരിലും ഒരേ ക്യാൻസർ ആണെങ്കിൽ കൂടി ചിലപ്പോൾ വ്യത്യസ്ത പ്രോട്ടീനുകളിലാകാം മാറ്റം സംഭവിക്കുന്നത്. DNA പ്രോട്ടീൻ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന കോഡുകളാണ് mRNA തന്മാത്രകൾ. ഓരോ പ്രോട്ടീനും ഓരോ mRNA തന്മാത്രകളാണുള്ളത്. ഈ കോഡ് നിർവചിച്ചാണ് ഓരോ പ്രോട്ടീനും നിർമ്മിച്ചെടുക്കുന്നത്. ഇവയെ മറ്റു കോശങ്ങളിൽ കയറ്റിവിട്ടാൽ അവ ആ പ്രത്യേക പ്രോട്ടീനെ നിർമ്മിച്ചുകൊള്ളും. ആ കോശം പ്രകൃത്യാ ഈ പ്രോട്ടീൻ ഉണ്ടാക്കാറില്ലെങ്കിൽ കൂടി. ഈ mRNAയുടെ ഒരു ഭാഗം മാത്രമാണെങ്കിലും ആ ഭാഗം പ്രോട്ടീൻ നിർമ്മിക്കും. ഇത് ഒരു അന്യ പ്രോട്ടീനാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ഇവയെയോ ഇവ പേറുന്ന വൈറസുകളെയോ ക്യാൻസർ കോശങ്ങളെയോ വകവരുത്തും. ക്യാൻസർ കോശങ്ങളിൽ മാത്രം കാണുന്ന പ്രോട്ടീനുകൾ ട്യൂമർ ആന്റിജൻസ് എന്നറിയപ്പെടുന്നു. ഇത് നിർമ്മിക്കാനുള്ള mRNA കൊഴുപ്പ് കുമിളകളിൽ പൊതിഞ്ഞ് വാക്സിൻ നിർമ്മിക്കാം. ഇവ നമ്മുടെ കോശങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ആ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. അന്യ പ്രോട്ടീൻ ആയതുകൊണ്ട് പ്രതിരോധ കോശങ്ങൾ ആ പ്രോട്ടീനുകളെ ചെറുക്കാൻ ആന്റിബോഡികൾ നിർമ്മിച്ചു തുടങ്ങുന്നു. പിന്നീട് ക്യാൻസർ പിടിപെട്ടാൽ ആ കോശങ്ങളിൽ മേൽ ഈ പ്രോട്ടീൻ കാണപ്പെടും. ഇവിടെ വെല്ലുവിളിയാകുന്നത് ഓരോ തരം ക്യാൻസറിനും ട്യൂമർ ആന്റിജൻ വ്യത്യസ്തമായതിനാൽ പ്രത്യേകം mRNA അടങ്ങിയ കുമിളകൾ നിർമ്മിക്കേണ്ടി വരുന്നു എന്നതാണ്. ആദ്യം മൃഗങ്ങളിലും പിന്നീട് ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലും നടത്തി പാർശ്വഫലങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അമേരിക്കയിൽ ഈ പരീക്ഷണം ആരംഭിക്കുന്നത് ഈ വർഷം സെപ്റ്റംബറിലാണ്. ഇപ്പോൾ മൊഡേണയും മെർക്ക് കമ്പനിയും ഒരുമിച്ചും ബയോൺടെക്, ക്യൂർവാക് എന്നീ കമ്പനികൾക്കും FDA അനുമതി കിട്ടിയ സാഹചര്യത്തിൽ ക്ലിനിക്കൽ ട്രയൽസ് തുടങ്ങിക്കഴിഞ്ഞു. mRNA വാക്സിൻ നിർമ്മിതിക്ക് ക്ലിനിക്കൽ ട്രയൽസ് തുടങ്ങിയെങ്കിലും 2028-ലോ 2029-ലോ മാത്രമേ പൊതുജനത്തിന് ലഭ്യമാകൂ എന്നാണ് അനുമാനം. ചില വാക്സിനുകൾ ഫലപ്രദമായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പലതരം ക്യാൻസറുകൾക്ക് കാരണമായ എപ്സ്റ്റീൻ ബാർ വൈറസിനെതിരെ mRNA വാക്സിൻ നിർമ്മാണവും ത്വരിതഗതിയിലായിട്ടുണ്ട്. ഇത്രയും സങ്കീർണമായ ഈ നടപടിക്രമങ്ങളെ ഒന്നും മുന്നോട്ട് വെക്കാതെയുള്ള വെറും അഭിപ്രായ പ്രകടനങ്ങൾ എങ്ങനെയാണ് സത്യമെന്ന് വിശ്വസിക്കാനാകുക? ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.